ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു വീടാണ്. അത്യാവശ്യം നല്ല വലിപ്പവും എന്നാൽ സിമ്പിളും ആയിട്ടുള്ളൊരു വീട്. സിറ്റിയിലെ തിരക്കിൽ നിന്നൊക്കെ മാറി നല്ല ശാന്തസുന്ദരമായ ഒരു പ്രദേശം. സിറ്റിയിൽ നിന്ന് അധികം ദൂരം ഉണ്ടോ, ഏകദേശം ഒരു 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അതും മെയിൻ റോഡിൽ നിന്ന് ഒരു 150-200 മീറ്റർ ഉള്ളിലായിട്ട്, മെയിൻ ഹൈവേന്ന് ഒരു 600 മീറ്റർ, അത്രയും വ്യത്യാസമുള്ളൂ. പക്ഷെ എന്നാലും ഈ ഒരു ഏരിയ വളരെ സൈലന്റ് ഏരിയ. ഇവിടെ നോക്കാനൊന്നും ആരുമില്ല. അത് കാരണമാണ് ഈ വീട് കൊടുക്കണത്. കാരണം ഇവിടെ താമസക്കാർ കുറവാണ്. കാരണം ഇത് നോക്കാനുള്ള ആള് ഇവിടെയല്ല താമസിക്കുന്നത്. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത്. കാരണം പുറമൊക്കെ കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞെങ്കിൽ വീട് വേറെ ലെവലാണ്. അത് കാരണം അത് കൊടുക്കണം. അത് നല്ലൊരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രൈം ലൊക്കേഷൻ. അത് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാൽക്കണിയിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മൂഡാണ്. അതായത് നല്ല ശുദ്ധവായുവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ. എന്നാൽ ഇവിടെ നിന്ന് ഒരു 600 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും വാങ്ങിക്കാൻ കിട്ടും. സ്കൂളുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളു, പള്ളിയുണ്ട്, തൊട്ട് കുറച്ചപ്പുറം അമ്പലമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യവും കിട്ടുന്ന നല്ല സെറ്റപ്പ് ഒരു സ്ഥലം. 22 സെന്റ് സ്ഥലവും 1850 സ്ക്വയർ ഫീറ്റ് വീടുമാണിത്. അപ്പൊ അധികം വലിയ വീടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എല്ലാ സൗകര്യമുള്ള ഒരു വീട്. കിച്ചണിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ നോക്കാനാളില്ലാത്ത കാരണം ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങളിത് വാങ്ങിച്ചിരുന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല വീട് വേറെ. കാരണം ഇത് പറമ്പൊക്കെ എപ്പോഴും ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഇതോട്ട് കാട് പിടിച്ച് കിടക്കുള്ളൂ. അപ്പൊ എപ്പോഴും അത് ക്ലീൻ ചെയ്യാം. 3 സൈഡിലും കോമ്പൗണ്ട് വാളുണ്ട്. അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വീടും. പുറത്തൊരു ബാത്റൂം ഉണ്ടട്ടാ, അതാണ് നേരെ കണ്ടത്. ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. കാരണം ഈ വീടിന്റെ സൗകര്യം കാര്യങ്ങളൊക്കെ കാണുമല്ലോ. നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. അതൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട്. അതായത് ഒരു ശല്യമില്ലാത്ത സ്ഥലം. ഇതിന്റെ തൊട്ടടുത്തേക്കുള്ള നല്ല പോഷ് വീടുകളാണ്. ഈ ഏരിയയിൽ കംപ്ലീറ്റ് നല്ല അടിപൊളി വീടുകളാണ് ഈ പരിസരത്തുള്ളത്. കാരണം അതേ കൂടത്തെ ഒരു ലൊക്കേഷനാണത്. നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട്, അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ടൈലൊക്കെ ഇട്ട് നല്ല ഗ്രാൻഡ് ആക്കിയേക്കണ ഒരു സിറ്റ് ഔട്ട്. കഥക് കാര്യങ്ങളെല്ലാം തേക്കിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല ലെങ്തി കിടക്കുന്ന ഒരു ലിവിങ് ഏരിയ. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ പറയാൻ പറ്റും. അത്രയും സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ വേറെ ലുക്കാവും. നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ കയ്യിൽ കാശും പോലെ ഇരിക്കും. അപ്പൊ ഇനി തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഉണ്ട്. അതിന്റെ സൈഡിലായിട്ട് കോമൺ ബാത്റൂം ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. നിങ്ങളുടെ വാഷ് കൗണ്ടർ കാണിച്ചു തരാം. വാഷ് കൗണ്ടറൊക്കെ ഇങ്ങനത്തെ ഒരു വാഷ് കൗണ്ടറാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നല്ലത് വേണമെങ്കിൽ നല്ല മോഡൽ കൂടിയൊക്കെ സെറ്റ് ചെയ്യാട്ടോ. ഇതൊരു കോമൺ ബാത്റൂമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ കാണാം. കിച്ചണ് സെക്കൻഡ് കിച്ചണുണ്ട്. കിച്ചണൊക്കെ നല്ല വലിപ്പമുള്ള കിച്ചണുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഈ ബെഡ്റൂം 2 കണ്ടിട്ട് നമുക്ക് കിച്ചൻ്റെ അകത്തോട്ട് പോവാം. എൻ്റെ വഴി നമുക്ക് സ്റ്റെയർ കേസും കയറി അങ്ങോട്ട് മാറാം. ഇത് കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഏകദേശം ഒരു 100-170 സ്ക്വയർ ഫീറ്റ് അടുക്കി വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂം 170-150 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. എന്തായാലും 200 താഴെ ഉണ്ട് ഒരേ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം. ഇനി അതിന്റെ ബാത്റൂം. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യണം. അതിനുള്ള ഇതുണ്ട്. അവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ ബാത്റൂം. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല, ഇത് പത്തനംതിട്ട ജില്ലയിൽ തോട്ട ഭാഗത്താണ്. അത് തിരുവല്ലയിൽ 4-4.5 കിലോമീറ്റർ മാറി വരുമ്പോഴാണ് തോട്ടഭാഗം. 4-5 കിലോമീറ്റർ ഉണ്ടാവും. തോട്ടഭാഗം ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ കിച്ചൺ കണ്ട എല്ലാനും കബോർഡ് കംപ്ലീറ്റ് തടിയിലാണ് ചെയ്തേക്കണം. മൾട്ടിവുഡും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് തടിയിലാണ് പണിതേക്കണം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളാണ് ഈ വീടിന് കൊടുത്തേക്കണം. അതെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഈ വീടിന് അവർ ഉദ്ദേശിക്കുന്ന വില 1.25 കോടി രൂപയാണ്
അത് നെഗോഷ്യബിൾ ആണ്. 22 സെന്റ് സ്ഥലവും 1800 ചില സ്ക്വയർ ഫീറ്റ് വീടും. ഇതിന് ഒരു ഉദ്ദേശിക്കുന്ന വില 1.25 ആണെങ്കിലും നെഗോഷ്യബിൾ ആണ്, നിങ്ങൾക്ക് സംസാരിക്കുക. കാരണം ജംഗ്ഷനിലോട്ട് വെറും തോട്ടഭാഗം ജംഗ്ഷനിലോട്ട് നിസ്സാര ദൂരമുള്ളൂ. തിരുവല്ല ടൗൺ തൊട്ടടുത്തിറക്കാണ്, കോഴഞ്ചേരി, അങ്ങനെ എല്ലാ ടൗണും നിയറസ്റ്റ് ആണ്. എല്ലാ സൗകര്യം കുമ്പനാടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുമ്പനാടാണ്. അവിടെയും എല്ലാ സൗകര്യവും ലഭിക്കണതാണ്. അപ്പൊ എല്ലാ ഫെസിലിറ്റിയും കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയിലോട്ട് പോവാം. സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലും. ഈ വീടിന് ഏകദേശം 8 വർഷം പഴക്കമുണ്ടല്ലോ. ഈ 8 വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷെ എന്നാലും നല്ല ലുക്ക് വീടാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടായിരുന്നു. അതേ കൂട്ട് സെറ്റപ്പിലാണ് പണിതേക്കണം. നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാവും, ഒരു കംപ്ലൈന്റ് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും സെറ്റപ്പിലാണ് ഈ വീട്. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം. ഇനി ഇതിന്റെ ബാത്റൂം. അപ്പൊ 2 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമും ബാത്റൂമുമാണ്. ഇനി ഇതിന്റെ ബാൽക്കണി നമുക്ക് കാണണം. പിന്നെ ബാൽക്കണി ഉണ്ട്, അതിൻ്റെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. ഒന്ന് തുറന്നേക്കിട്ട ഡോറ്. എല്ലാം പൂട്ടിയിട്ടേക്കണേ. ഇത് കണ്ട, ഇതാ ഓപ്പൺ ഏരിയ ആണ്. ഇതിവിടെയൊക്കെ ഇത് ഒന്ന് കഴുകിയൊക്കെ വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി തരണമെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഡ്രസ് വർക്ക് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. നല്ല മോഡൽ ഈ വീടിന്റെ ആ ലുക്കിൽ തന്നെ ഡ്രസ് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വീട് വേറെ ലെവലാവും. വൈകിട്ടപ്പോൾ ഇവിടെ ഒന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുക. കാരണം അതേ കൂട്ട് നല്ലൊരു ഏരിയയാണ്. ഇനി നമുക്ക് താഴത്തോട്ട് പോവാം. പുറത്തെ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ട്. അപ്പൊ അതും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. മുകളിലോട്ടൊക്കെ ഒന്നും ആരും അങ്ങനെ അധികം കയറാറില്ല. കാരണം ഇവിടെ ആകപ്പാടെ താമസിക്കുന്ന 2 പേരാണ്. ഇത്രയും വലിയ വീടൊക്കെ ഒരു അമ്മച്ചി മാത്രം ഇവിടെ ഒറ്റക്കാർക്ക് പകൽ മുഴുവൻ ഉണ്ടാണ്. അപ്പൊ ഇത്രയും വലിയ വീടൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്യാനാണ്? ഈ വീടിന്റെ ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്, വളരെ സിമ്പിളും എന്നാൽ നല്ല മോഡലുമാണ്. കാണാൻ നല്ല ലുക്കുള്ള, എല്ലാവർക്കും ഇതേപോലത്തെ കൂരുള്ള വീടൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കേസാണ്. ഇതിന്റെ ടോപ്പിലിട്ടേക്കുന്ന ഷിംഗിൾസ് ആണ്, അതാണ് അത്രയും ലുക്ക്. ഷിംഗിൾസ് അടിച്ചേക്കണ അത് ഈ ഷിംഗിൾസിന് അല്ലെങ്കിലും കൂരയിൽ ഷിംഗിൾസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കുള്ളൂ. അത്യാവശ്യം ചെടികൾ ചെറുനാരകമാണ് നിൽക്കുന്നത്. ഇതും അതെ, അങ്ങനെ കുറെ മരങ്ങൾ, ഇതിവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ കാട് പിടിച്ച് പോയത് കാരണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് പറമ്പൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് നമ്മുടേതായ രീതിയിലൊന്ന് സെറ്റപ്പ് ആക്കണം. ഫ്രണ്ടിലേക്ക് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം, കാർ പോർച്ച് ഒരെണ്ണമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കണ്ടില്ലേ, തെങ്ങുണ്ട്, അത്യാവശ്യം മരങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടേക്ക് ഒന്ന് ആഴ്ച കെട്ടൊക്കെ കണ്ട് ഇതൊക്കെ ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.